പരിണയം. എത്ര വേണ്ടെന്ന് വെച്ചിട്ടും ആരോഹിക്ക് തന്റെ വർക്കിൽ ശ്രദ്ധിക്കാൻ തീരെ കഴിഞ്ഞില്ല. കാരണം മറ്റൊന്നുമല്ല, താങ്ങാൻ കഴിയാത്ത ടെൻഷൻ തന്നെ വന്ന് പൊതിയുമ്പോൾ പതിവായി തേടിയെത്താറുള്ള തലവേദന ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല. ഇരു ചെന്നികളിലും ചൂണ്ടുവിരൽ ഊന്നി കുറച്ചു നേരം കണ്ണുകൾ അടച്ചിരുന്നവൾ. അവൾക്ക് വല്ലാത്ത മനോവേദന തോന്നി. ഇപ്പോൾ താൻ കടന്നുപോകുന്ന സന്ദർഭങ്ങൾ പലതും തന്നെ തള്ളാനും കൊള്ളാനും കഴിയാത്ത അവസ്ഥ. അർജുനേട്ടന് വേണ്ടി ജോലിയോ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി അർജുനേട്ടനെയോ മാറ്റി നിർത്താൻ പറ്റില്ല. അതേസമയം തന്നെ ലാപ്പിലേക്ക് മിഴികൾ ഊന്നിയിരിക്കുകയാണെങ്കിലും അക്ഷതിന്റെ ശ്രദ്ധ ഇടയ്ക്കിടയ്ക്ക് ആരോഗ്യയെ തേടി എത്തുന്നുണ്ട്. അവളുടെ ഇരിപ്പ് കണ്ടപ്പോഴേ അവന് തോന്നി അവൾക്ക് എന്തോ അസ്വസ്ഥതയുണ്ടെന്ന്. അവളോട് അതേപ്പറ്റി ചോദിക്കാൻ തുടങ്ങിയ നേരത്താണ് കൃത്യമായി അവന്റെ ഫോൺ റിങ് ചെയ്തത്. ഫോണെടുത്ത് ചെവിയോരം ചേർത്ത് വെച്ചുകൊണ്ട് അക്ഷിത് പെട്ടെന്ന് തന്നെ അവന്റെ ക്യാബിന്റെ അകത്തായിട്ടുള്ള പ്രൈവറ്റ് റൂമിലേക്ക് പോയി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിസിനസ് കോളുകൾ വരുമ്പോൾ അവൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അവൻ പുതുതായി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന വില്ല പ്രോജക്റ്റിന്റെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമായി അവനെ തേടിയെത്തിയ ഒരു കോളായിരുന്നത്. തലവേദന കടുത്തപ്പോൾ ഒരു കോഫി കുടിക്കാന്ന് കരുതി കോഫി മെഷീന്റെ അടുത്തേക്ക് പോകാനായി ആരോഹി ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റു. ആ സമയത്താണ് അക്ഷിത് വെളിയിലേക്ക് പോയതായി അവൾ കണ്ടത്. അവിടെ അക്ഷിത് ഇല്ല എന്ന് കണ്ടതും ആരോഹി ചുറ്റുമൊന്ന് കണ്ണോട്. പിന്നെ പെട്ടെന്ന് മറ്റൊന്നും ചിന്തിക്കാതെ ഫോൺ ബാഗിൽ നിന്നെടുത്തു. നിമി നേരം കൊണ്ട് തന്നെ അർജുന്റെ കുറേയധികം മിസ്ഡ് കോൾസ് ഉണ്ടായിരുന്നു അവളുടെ ഫോണിൽ. എന്തെന്നറിയാതെ ആരോഹിക്ക് ദേഷ്യം തോന്നിപ്പോയ ഒരു നിമിഷമായിരുന്നു അത്. ഒരു പ്രാവശ്യം വിളിച്ച് കോൾ എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഈ അർജുനേട്ടനെ തന്നെയൊന്ന് മനസ്സിലാക്കിക്കൂടെ? താൻ എന്തെങ്കിലും തിരക്കായിരിക്കും, അല്ലെങ്കിൽ കോൾ എടുക്കാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യമായിരിക്കും എനിക്ക്. എന്തൊരു വൃത്തികെട്ട സ്വഭാവമാണെന്ന് അവൾ ഓർത്തു. അവൾ മനസ്സിൽ പിറുപിറുത്തുകൊണ്ട് തന്നെ അർജുന്റെ നമ്പർ ഡയൽ ചെയ്ത് ചെവിയോരം ചേർത്ത് പിടിച്ചു. ഒറ്റ റിങ്ങിൽ തന്നെ അർജുൻ മറുപുറത്തു നിന്ന് കോൾ എടുത്തിരുന്നു. എന്താടി, നിനക്ക് ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കാൻ ഇത്ര താമസം? അതോ പുതിയ കമ്പനിയും പുതിയ ബോസിനെയും ഒക്കെ കണ്ടപ്പോ നീ മറന്നുപോയോ എന്റെ കാര്യം? അവന്റെ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ഊഹിക്കാം എന്ത് തരത്തിലുള്ള അർത്ഥം മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവൻ അങ്ങനെ ചോദിക്കുന്നതെന്ന്. അർജുനേട്ടൻ എന്താണ് ഉദ്ദേശിച്ചത്? ഞാനൊരു ഓഫീസിൽ ജോലിക്ക് കയറിയതല്ലേ, അതും ഒരു ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ജോലിക്ക് കയറിയിട്ട്. മാത്രമല്ല, ഇവിടെ ഓഫീസ് ടൈമിൽ പേഴ്സണൽ ഫോൺ അലൗഡ് അല്ല. ഒരു പ്രാവശ്യം ഞാൻ കോൾ എടുക്കാൻ നോക്കിയപ്പോൾ സാർ എന്നെ വഴക്കു പറഞ്ഞു. ഒരു സാറ്? ആരടി അവൻ? അർജുന് രോഷം തെളിച്ചു. നോക്കാരോഹി, ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല. ഞാൻ എപ്പോ വിളിച്ചാലും നീ കോൾ അറ്റൻഡ് ചെയ്യണം. അർജുനേട്ട പ്ലീസ്. പാവം, അവൾക്ക് സങ്കടം വന്നു. ഞാൻ പല പ്രാവശ്യം നിന്നോട് പറഞ്ഞതാണ്, ഇപ്പോഴൊരു ജോലിക്ക് പോകേണ്ട ആവശ്യം പോലും നിനക്കില്ലെന്ന്. നിനക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ തരും, എന്താവശ്യം വേണമെങ്കിലും ഞാൻ നിനക്ക് സാധിച്ചു തരും. പിന്നെന്താ വല്ലയിടത്തും പോയി അടിമയെ പോലെ ജോലി ചെയ്യുന്നത്? അർജുനേട്ടൻ എന്താ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തത്? എനിക്ക് ആഗ്രഹമില്ലേ സ്വന്തമായിട്ടൊരു ജോലി വേണോന്ന്? എന്റെ ആവശ്യങ്ങൾ നടത്തുവാനായി എനിക്ക് ആരുടെ മുമ്പിലും കൈനീട്ടുന്നത് ഇഷ്ടമില്ല. ഞാനിതൊക്കെ നേരത്തെ പറഞ്ഞതല്ലേ ഏട്ടനോട്? ഏട്ടൻ എന്നിട്ട് അതൊന്നും ഓർമ്മയില്ലേ? അതിനുവേണ്ടിയല്ലേ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചത്. ആരോഗ്യയുടെ ആ സംസാരം കേൾക്കെ അർജുന്റെ നെറ്റി ചൊളിഞ്ഞെങ്കിലും അവൻ സംയമനം പാലിച്ചു നിന്നോ. നോക്കാരോഹി, ഞാൻ നിന്റെ ഓഫീസിന്റെ മുൻപിൽ എത്തിയപ്പോഴാണ് നിന്നെ വിളിച്ചത്. ഓഫീസിന്റെ മുന്നിലോ? എപ്പോ വന്നു? അർജുനേട്ടൻ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? അതെന്ത് ചോദ്യമാണ് ആരോഹി? എനിക്കെന്താ അവിടേക്ക് വരാൻ പറ്റില്ലേ? അതുകൊണ്ടല്ല അർജുനേട്ടാ ഞാൻ ചോദിച്ചത്. പെട്ടെന്ന് അർജുനേട്ടൻ ഇവിടേക്ക് വന്നത്. ആരോഹി എന്തു പറയണോന്നറിയാതെ ഒരു നിമിഷം നിന്നുപോയി. എപ്പോഴാണ് നിന്റെ ലഞ്ച് ബ്രേക്ക്? ഒട്ടും മയമില്ലാതെ തീർത്തും പരിക്കനായുള്ള അർജുന്റെ ശബ്ദം. ഉച്ചയ്ക്ക് 1 മണിക്ക്. ഓക്കെ, ഉച്ചയ്ക്ക് 1 മണിക്ക് ഞാൻ ഇവിടെ വരും. നീ ഹാഫ് ഡേ ലീവ് എടുക്കണം. എനിക്ക് നിന്നോട് അത്യാവശ്യമായി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിനെന്തിനാണ് ഞാൻ ലീവ് എടുക്കുന്നത്? എന്താണെങ്കിലും നമുക്ക് വീട്ടിൽ വന്നിട്ട് സംസാരിക്കാം അർജുനേട്ടാ. ഹാഫ് ഡേ ലീവ് എടുക്കുന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഞാൻ ഇന്നലെയല്ലേ ഇവിടെ ജോയിൻ ചെയ്തത്. ജോലി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നിട്ട് നമുക്ക് വീട്ടിൽ വെച്ച് സംസാരിക്കാം. ഓ, ഇനി വീട്ടിൽ വെച്ച് നിന്നോട് ഞാൻ സംസാരിക്കുന്നത് കണ്ടിട്ട് വേണം
നിന്റെ അമ്മയ്ക്ക് കലി കയറാന്. അല്ലെങ്കിൽ തന്നെ ഞാൻ നിന്നോടൊന്ന് അടുത്ത് മിണ്ടാൻ വരുമ്പോഴേക്കും അവരെവിടുന്നെങ്കിലും പ്രത്യക്ഷപ്പെടും. എന്നെ എന്തൊക്കെയോ വലിയ സംശയമുള്ളതുപോലെയാ അവരുടെ പെരുമാറ്റം. അർജുൻ പറഞ്ഞ കാര്യം സത്യമാണെങ്കിൽ പോലും തന്റെ അമ്മയെ പറഞ്ഞത് ആരോഹിക്ക് അത്ര പിടിച്ചില്ല. അർജുനേട്ടൻ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ഏട്ടന് വല്ല ബോധവുമുണ്ടോ? അതെന്റെ അമ്മയാണ്. എന്റെ കാര്യത്തിൽ ഇടപെടാൻ ഏറ്റവും കൂടുതൽ അവകാശമുള്ള ആളാണ്. അപ്പൊ ഞാനോ? അപ്പൊ എന്റെ റോൾ എന്താ നിന്റെ ലൈഫിൽ? നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്നവരില്ലേ അർജുനേട്ടാ? അല്ലാണ്ട് നമ്മൾ വിവാഹം കഴിഞ്ഞവരൊന്നും അല്ലല്ലോ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടും അർജുനേട്ടേക്കാൾ പ്രാധാന്യം എന്റെ ജീവിതത്തിൽ എന്റെ അച്ഛനും അമ്മയ്ക്കും തന്നെയല്ലേ? അർജുനെ അടിമുടി ദേഷ്യം കൊണ്ട് വിറച്ചു. ആരോഗ്യയുടെ ഭാഗത്തു നിന്നും മുൻപും ഈ തരത്തിലുള്ള സംസാരങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് അവൻ മനസ്സാൽ ഓർത്തു. എന്നാൽ തന്റെ ഭാഗത്തുള്ള സംസാരത്തിന് മറുപടിയായിട്ടാണ് അവൾ ഇതൊക്കെ പറയുന്നതെന്ന ബോധം ആ നിമിഷം അവൻ ഇല്ലാണ്ടായിപ്പോയി. ആ സമയം മുഴുവനും അവന്റെ ചിന്തകളെ നയിച്ചുകൊണ്ടിരുന്നത് അവൾ പുതുതായി ജോലിക്ക് കയറി, അതിന്റെ പേരിലാണ് അവൾ ഇങ്ങനെയൊക്കെ അവനോട് പെരുമാറുന്നത് എന്നായിരുന്നു. നിനക്ക് എനിക്ക് വേണ്ടി ഹാഫ് ഡേ ലീവ് എടുക്കാൻ പറ്റുമോ ഇല്ലയോ? അറുത്തു മുറിച്ചതുപോലെ അർജുൻ ചോദിച്ചപ്പോ ഒരു നിമിഷം എന്തു പറയണോന്നറിയാതെ നിന്ന് ആരോഹി. ഇന്ന് എന്തായാലും പറ്റില്ല അർജുനേട്ടാ, നമുക്ക് വീട്ടിൽ വന്നിട്ട് സംസാരിക്കാം. ആരോഹി പറഞ്ഞു തീർത്തതും മറുപുറം കോൾ കട്ടായതും ഒരുമിച്ചാണ്. ഫോണും കാതിൽ ചേർത്ത് വെച്ച് കുറേ നേരം അവൾ ആലോചനയോടെ ഇരുന്നു. അതേസമയം അക്ഷിത് അവന്റെ പേഴ്സണൽ റൂമിൽ ഒരു ഇമ്പോർട്ടന്റ് കോളിലായിരുന്നെങ്കിൽ പോലും റൂമിന്റെ കോർണറിൽ ഫിക്സ് ചെയ്തിരുന്ന CCTV സ്ക്രീനിൽ അവന്റെ ക്യാബിനാണ് സൂം ചെയ്ത് വെച്ചിരുന്നത്. ഓരോ നിമിഷവും അതിലൂടെ കാണുന്ന കാഴ്ചകൾ അവനിൽ എന്തെന്നില്ലാത്ത ദേഷ്യം നിറച്ചു. അത് മറ്റൊന്നും കൊണ്ടല്ല, ഓഫീസ് ടൈമിൽ പേഴ്സണൽ ഫോൺ അലൗഡ് അല്ല. ആരോഹിക്ക് അവൻ വാണിംഗ് കൊടുത്തിട്ടും അവൾ താൻ റൂമിൽ നിന്ന് ഇറങ്ങിയ സമയം നോക്കി വീണ്ടും ഫോൺ എടുത്തത് അക്ഷിതിന് വല്ലാത്ത ദേഷ്യം ഉണ്ടാക്കി. ഇത്രയ്ക്ക് വിലയെ അവൾ തന്റെ വാക്കുകൾക്ക് തന്നിട്ടുള്ളോ? താൻ ആരാണെന്ന് അവൾക്ക് യാതൊരു ബോധവുമില്ലേ? അഹങ്കാരി. അവൻ പല്ല് ഞെരിച്ചു. ദേഷ്യം കൊണ്ട് അവന്റെ മുഖം ചുവന്നു. കൈമുഷ്ടി ചുരുട്ടി പിടിച്ചവൻ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. സംസാരിച്ചുകൊണ്ടിരുന്ന ഫോൺ കോൾ കട്ടായതും അതീവ ദേഷ്യത്തോടെ തന്നെ അക്ഷിത് പേഴ്സണൽ റൂമിന്റെ ഡോർ വലിച്ചു തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോഴായിരുന്നു ആരോഹിയും അവനെ കാണുന്നത്. മാത്രമല്ല, ആ ക്യാബിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു റൂം ഉണ്ടെന്നുള്ളത് പോലും അവൾക്ക് അപ്പോഴായിരുന്നു മനസ്സിലായത്. ചുവര് പോലെ തന്നെയാണ് റൂമിന്റെ ഡോർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഡോർ ഹാൻഡിലില്ല. സൂക്ഷിച്ചു നോക്കിയാൽ അക്ഷയുടെ വിരൽ വെക്കാൻ പാകത്തിന് ഒരു ഫിംഗർ ലോക്ക് മാത്രം. പെട്ടെന്ന് അക്ഷയെ മുന്നിൽ കണ്ടപ്പോൾ കയ്യിലിരുന്ന ഫോണ് അവൾ ധൃതിയിൽ ബാഗിലേക്ക് വെക്കാൻ ശ്രമിച്ചു. വെപ്രാളം കൂടിയപ്പോ ഫോൺ കൈവഴുതി താഴേക്ക് വീണു. കൃത്യമായി അത് ചെന്ന് വീണത് അക്ഷിതിന്റെ കാൽക്കലും. ഒന്നേ നോക്കിയുള്ള ആരോഹി അക്ഷിതിന്റെ മുഖത്തേക്ക്. അവന്റെ ദേഷ്യം. ആ സമയത്ത് അക്ഷിതിന്റെ ദേഷ്യത്തെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് അറിയാതായിപ്പോയി ആരോഹിക്ക്. മറ്റൊന്നും കൊണ്ടല്ല, പൂർണ്ണമായും തന്റെ ഭാഗത്തു നിന്നും തെറ്റ് സംഭവിച്ചതാണ്. ഫോൺ എടുക്കരുതെന്ന് അവൻ പ്രത്യേകം വാൺ ചെയ്തിട്ടും പിന്നെയും അവന്റെ വാക്കുമറന്ന് ഫോൺ എടുത്തതും ഉപയോഗിച്ചതും എല്ലാം താനാണ്. അവൻ എന്തു പറഞ്ഞാലും കേൾക്കാൻ ബാധ്യസ്ഥന്. അവന് മുൻപിൽ തലകൊമ്പിട്ട് നിന്ന ആരോഹി. അവൾക്ക് വല്ലാത്ത വിഷമം വരുന്നുണ്ടായിരുന്നു. എന്തോ 2 ദിവസം കൊണ്ട് തന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്ത പോലെ അവൾക്ക് തോന്നി. മുഖം കുനിച്ചു പിടിച്ച് കൈ രണ്ടും നിവർത്തിയിട്ട് തല കുനിച്ച് കുറ്റം ചെയ്തവളെ പോലെ അക്ഷിതിന്റെ മുൻപിൽ നിൽക്കുകയാണവൾ. തല താഴ്ത്തി പിടിച്ചിട്ടുണ്ടെങ്കിലും അവളുടെ മുഖം ഭാഗികമായി നിന്ന് അവന് കാണാം. തിങ്ങി നിറഞ്ഞ കൺപീലികൾക്കുള്ളിൽ ഒരു നനവ് പ്രത്യക്ഷപ്പെട്ടതും അത് മെല്ലെ താഴേക്ക് തുള്ളികളായി ഒലിച്ചിറങ്ങാൻ തുടങ്ങിയതും അക്ഷിതും പറയാൻ വന്നത് പാതിയിൽ നിർത്തി. അവൾ കരയുകയാണെന്ന് അവന് തോന്നി. മാത്രമല്ല, ഒരു ഫോൺ കോൾ വന്ന് സംസാരിച്ചപ്പോൾ അവളുടെ മുഖം മാറി മറിയുന്നതും അവിടെ ദയനീയത തെളിയുന്നതുമെല്ലാം അകത്തിരുന്ന് കണ്ടുകൊണ്ട് ഇരുന്നതാണവൻ. അതുകൊണ്ട് തന്നെ അവൻ കൂടുതലൊന്നും ചോദിക്കാനോ പറയാനോ നിൽക്കാതെ നിലത്ത് കിടന്ന അവളുടെ ഫോൺ എടുത്ത് ടേബിളിന്റെ മുകളിലേക്ക് വെച്ചുകൊണ്ട് ക്യാബിൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൻ പോയി അല്പം കഴിഞ്ഞ ശേഷമാണ് ആരോഹി മുഖമുയർത്തിയത്. അവൾക്ക് വിങ്ങിപ്പൊട്ടി കരയാനൊക്കെ തോന്നുന്നുണ്ടായിരുന്നു ആ നിമിഷം. കുറച്ച് ദിവസങ്ങളായുള്ള അർജുന്റെ സ്വഭാവത്തിലെ ഈ മാറ്റം, അതാണ് അവളെ വല്ലാതെ അലട്ടിയത്. അർജുനേട്ടൻ തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണോന്ന് അവൾ സ്വയം ചോദിച്ചു. ഏയ്, അങ്ങനെ ചെയ്യുവോ അർജുനേട്ടൻ? ഒന്നുമില്ലെങ്കിലും
5 വർഷം പ്രണയിച്ചവരല്ലേ തങ്ങൾ? മാത്രമല്ല, തന്നോട് ഇഷ്ടം പറഞ്ഞ അർജുനേട്ടൻ എത്ര പ്രാവശ്യം തന്റെ പിറകെ നടന്നിരിക്കുന്നു. ആ ഓർമ്മകളിൽ ആരോഹിയുടെ ചുണ്ട് ഒന്ന് വികസിച്ചു. നനഞ്ഞൊട്ടിയ കൺപീലികളിൽ സന്തോഷത്തിളക്കം. അങ്ങനെയൊക്കെയുള്ള ഒരാൾക്ക് ഇത്ര വേഗം തന്നെ മറക്കാൻ പറ്റുമോ? ചിന്തകൾ അധികരിച്ചപ്പോൾ ആരോഹിയുടെ തലവേദനയും അതേപടി കൂടി വന്നു. അതേസമയം അക്ഷിതിന്റെ ക്യാബിൻ ഡോർ തുറന്നുകൊണ്ട് അവിടുത്തെ സ്റ്റാഫ് ലീല അകത്തേക്ക് വന്നു. അവരുടെ കയ്യിൽ ഒരു കപ്പ് കാപ്പിയും ബാമും ഉണ്ടായിരുന്നു. അവരത് ടേബിളിന്റെ പുറത്തേക്ക് വെച്ചു. ആരോഹി കാര്യം മനസ്സിലാകാത്തതുപോലെ ലീലയെ നോക്കി. അക്ഷിത് സർ പറഞ്ഞു, മേഡത്തിന് തലവേദനയുണ്ട്, അതുകൊണ്ട് ഇതിവിടെ കൊണ്ടുവന്ന് തരാന്. അതും പറഞ്ഞിട്ട് ലീല ക്യാബിൻ വിട്ടകന്നപ്പോൾ അത്ഭുതത്തോടെ നിൽക്കുകയാണ് ആരോഹി. തനിക്ക് തലവേദനയുണ്ടെന്ന് സർ എങ്ങനെ അറിഞ്ഞു? അവൾ മനസ്സിൽ ചോദിച്ചു. പിന്നെ മെല്ലെ സീറ്റിലേക്കിരുന്നു. ചൂടുള്ള കോപ്പി പതിയെ സിപ്പ് ചെയ്ത് കുടിച്ചു. ഒപ്പം നെറ്റിയിലേക്ക് അല്പം ബാമും ചേർത്ത് ചെറുതായി ഒന്ന് മസാജ് ചെയ്തപ്പോ അവൾക്ക് നേരിയ ആശ്വാസം അനുഭവപ്പെട്ടു. അവൾ പതിയെ ഓരോ വർക്കുകളായി ചെയ്തു തുടങ്ങി. കുറേ സമയം ഇരുന്ന ആരോഹി വർക്കുകളൊക്കെ ചെയ്ത് ലഞ്ച് ബ്രേക്ക് ടൈമിൽ നീലിമയ്ക്കൊപ്പം ആഹാരം കഴിച്ചു തിരികെ മടങ്ങി വന്നിട്ട് പുറത്തേക്ക് പോയ അക്ഷിത് വന്നിട്ടില്ലായിരുന്നു. ആരോഹി അവനെപ്പറ്റി ഓർത്തെങ്കിൽ പോലും ഒരുപാട് വർക്കുകൾ അവൾക്ക് ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അതേപ്പറ്റി ഒന്നും ആലോചിക്കാണ്ട് ജോലിയിലേക്ക് ശ്രദ്ധ തിരിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ നന്ദകിഷോർ അക്ഷിതിന്റെ ക്യാബിനിലേക്ക് വന്നു. അയാളെ കണ്ടതും ആരോഹി ഇരുന്നിടത്ത് നിന്ന് എണീറ്റു. എങ്ങനെയുണ്ട് ആരോഹി? ഇപ്പൊ താൻ ഓക്കെയല്ലേ? ഒരു നിമിഷം വേണ്ടി വന്നു എന്തുകൊണ്ടാണ് നന്ദകിഷോർ അങ്ങനെ ചോദിച്ചതെന്ന് ആരോഹിക്ക് മനസ്സിലാക്കിയെടുക്കാൻ. ഓക്കെയാണ് സർ, ആരോഹി മെല്ലെ പറഞ്ഞു. അക്ഷിത് സർ പറഞ്ഞിരുന്നു. എന്ത്? പെട്ടെന്ന് ആരോഹിക്ക് അങ്ങനെ ചോദിക്കാനാണ് തോന്നിയത്. തനിക്കെന്തോ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്ന്. അത് ചെറിയൊരു തലവേദനയായിരുന്നു സർ. അതും പറഞ്ഞുകൊണ്ട് നന്ദകിഷോർ ക്യാബിന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ആരോഹി അയാളെ പിന്നിൽ നിന്ന് വിളിച്ചത്. സർ, ഒരു കാര്യം. നന്ദകിഷോർ നിന്നെടുത്ത് തന്നെ നിന്ന് തിരിഞ്ഞ ആരോഹിയെ നോക്കി. എന്താ ആരോഹി? അത് സർ, അക്ഷിത് സർ രാവിലെ പോയതാണ്, പിന്നീട് ഇതുവരെ വന്നില്ല. അല്പം മടിച്ചാണ് ആരോഹി ചോദിക്കുന്നത്. ഓ, സാറിനൊരു സൈറ്റ് വിസിറ്റിന് പോയിരിക്കുകയാണ് ആരോഹി. നോർമലി സാർ എവിടെ പോയാലും സാറിന്റെ PS ഒപ്പം പോകാറുള്ളതാണ്. പക്ഷെ ഇന്ന് സർ തനിച്ചാണ് പോയിരിക്കുന്നത്. അയ്യോ, അതെന്തു പറ്റി? സാറിനെ വിളിച്ചില്ല, എന്നോടൊന്നും പറഞ്ഞുമില്ല അതേപ്പറ്റി. മങ്ങിപ്പോയ മുഖത്തോടെ ആരോഹി പറഞ്ഞു. മേ ബി ആരോഹിക്ക് വയ്യാത്തത് കൊണ്ട് സാർ ഒറ്റയ്ക്ക് പോയതായിരിക്കും. സൈറ്റ് വിസിറ്റിങ്ങിനൊക്കെ പോകുമ്പോ വെയിലൊക്കെയാണല്ലോ. സാറങ്ങനെ എപ്പോഴും പോകാറില്ല. വല്ലപ്പോഴും നമ്മുടെ വർക്കുകളെല്ലാം നോക്കി നടത്താൻ ആളുകൾ ഉണ്ടെങ്കിൽ പോലും വർക്കുകളൊക്കെ പ്രോപ്പറായിട്ടാണോ എന്നറിയാനായി സാറ് നേരിട്ട് പോകുന്നതാ. അതുകൊണ്ട് സഡനായിട്ട് ആരെയും മുൻകൂട്ടി ഇൻഫോം ചെയ്യാതെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊരു പോക്കുള്ളതാണ്. ആണോ? ഓക്കെ സർ, എനിക്കിതേപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു. അത് സാരമില്ല, ആരോഹി പുതിയ ആളല്ലേ. ഇനിയാണെങ്കിലും എല്ലാം പതിയെ പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ശരി ആരോഹി, വർക്ക് നടക്കട്ടെ. അതും പറഞ്ഞ് നന്ദകിഷോർ ക്യാബിന് പുറത്തേക്ക് പോയപ്പോൾ ആരോഹി വീണ്ടും തന്റെ സീറ്റിലേക്ക് ആലോചനയോട്. പുതിയ ആളായതുകൊണ്ടാണ് അവൾക്ക് വർക്ക് തീരാനും ടൈം എടുക്കുന്നത്. ഡയാന കുറെ കാര്യങ്ങൾ പറഞ്ഞു പോയതുകൊണ്ട് ഇന്ന് ഇതുവരെയും വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ എന്ന് അവൾ ഓർത്തു. തുടരും. കഥ കൊള്ളാമോ ആവോ? നായകൻ അക്ഷിതാണ് കേട്ടോ.